അപ്പം ആ തരത്തിൽ സമരം ചെയ്ത അനേകം മനുഷ്യരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. മരണം വരെ പോരാളിയായിട്ടിരിക്കുക, മാപ്പ് പറഞ്ഞാൽ എല്ലാം മറക്കാം എന്ന് ബ്രിട്ടീഷുകാരുടെ സ്ഥിരം വാഗ്ദാനമായിരുന്നു. നിങ്ങൾ മാപ്പ് പറയും. കാരണം മാപ്പിന് അവർ വലിയ വില കണ്ടിരുന്നു. കാരണം അവർക്ക് ഒരാളുടെ മാപ്പ് കിട്ടലല്ല ആവശ്യം. ഒരാളുടെ മാപ്പ്, ഒരു നേതാവിന്റെ മാപ്പായിരിക്കുമ്പോൾ അത് വലിയൊരു ജനസമൂഹത്തെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയും. അയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നേതാവായ വാര്യംകുന്നൻ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ ജനസമൂഹത്തെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയും. വക്കം അബ്ദുൽ ഖാദർ മൗലവി എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി പത്രം നടത്തുന്നു, സ്വദേശാഭിമാനി പത്രം നടത്തുന്നു, നിരന്തരമായി ബ്രിട്ടീഷുകാർക്കെതിരെ ലേഖനം എഴുതുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതെങ്കിലും മുസ്ലിമിനെ വെച്ചല്ല പത്രം നടത്തുന്ന കേട്ടോ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ വെച്ചിട്ടാണ്. രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുന്നു, പത്രം കണ്ടുകെട്ടുന്നു. അവർക്ക് ബ്രിട്ടീഷുകാർ എഴുതുന്ന ഒരു കത്തുണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക്, പത്രം ഉടമ എന്നുള്ള നിലയ്ക്ക്. നിങ്ങൾ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞാൽ സ്ഥിരം പരിപാടിയാണ്. അദ്ദേഹം തിരിച്ചു നൽകുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾ സൂര്യചന്ദ്രന്മാരെ എൻ്റെ 2 കൈകളിൽ തരാമെന്ന് പറഞ്ഞാലും നിങ്ങളോട് മാപ്പ് പറഞ്ഞ് ഞാൻ ഈ നാട്ടിൽ എൻ്റെ പത്രം വീണ്ടും തുടങ്ങും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകം. ഇങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യർ ജീവിച്ച നാടാണ് നമ്മുടെ നാട്. അപ്പം ഞാൻ പറയാറുണ്ട്, ഇപ്പം എന്തിനു വേണ്ടിയാണ് നമ്മളെപ്പോലെ കുറേ ആളുകൾ, ഇപ്പം നമുക്കറിയാം ഈ വീഡിയോ ഒക്കെ പുറത്ത് വന്നാൽ ഇതിന് താഴെ ഇരുന്ന് നമ്മളെ വ്യക്തിഹത്യ നടത്താനും നമ്മളെ വിചാരണ നടത്താനും നമ്മളെക്കുറിച്ചോ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ തെറി എഴുതി വിടാനും ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. നമുക്കറിയാം പറയാനുള്ളത്, ഇങ്ങനെ തെറി എഴുതുന്നവർ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ബുക്ക് പോലും പഠിച്ചവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെ അവർക്ക് ഹിസ്റ്ററിയുടെ പഠനം എന്ന് പറയുന്നത് തന്നെ അബദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ഹിസ്റ്ററി പഠിക്കാറൊന്നുമില്ല, സ്കൂളത്തെ ഹിസ്റ്ററി പോലും അവർ നേരെ നോക്കാറുമില്ല. മാത്രമല്ല, അവർ ഹിസ്റ്ററി ആയിട്ട് അവരുടെ ശാഖകളിലോ അവരുടെ സ്ഥലങ്ങളിലോ പോയി പഠിക്കുന്നു എന്ന വ്യാജേന കാണിക്കുന്നത് മുഴുവൻ ഹിസ്റ്ററിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പുരാണ കഥകളൊക്കെയാണ് പഠിക്കുക. ഈ മിത്തും യാഥാർത്ഥ്യവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ബോധമില്ലാതാക്കി തീർക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ സ്ഥിരം അടവ്. അതായത് അതുകൂടി ഞാൻ പറയാം, മിത്തുകൾ എന്ന് പറയുന്നതിന് ചരിത്ര പഠനത്തിലൊരു പങ്കുണ്ട്. പക്ഷെ മിത്തായിട്ട് നിങ്ങൾ ചരിത്രത്തെ കരുതരുത്. പഴയ മിത്തുകൾ, പഴയ ഐതിഹ്യങ്ങളൊക്കെ ചരിത്രമാണെന്ന് വന്നാൽ എന്തൊരു അബദ്ധമായിരിക്കും.